ഹലോ ഗായ്സ്, എല്ലാവർക്കും എസ്കേ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ലക്കി ക്രാഫ്റ്റ് 5 ആയിട്ടാണ്. പിന്നെ നമ്മുടെ സീരീസിൽ പാർട്ട് 6 ആണോ 5 ആണോ 7 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഗായ്സ്, ഓർമ്മയില്ല. എന്തായാലും ഇന്ന് നമുക്ക് പറ്റുമെങ്കിൽ വീടുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. കാരണം ഇന്ന് കുറേ കാര്യങ്ങൾ ഓഫ്ലൈൻ ഗ്രൈൻഡിങ്ങിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു ഗൈസ്, പറയാൻ വയ്യ. ലാസ്റ്റ് ഞാൻ ഈ വേൾഡ് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റിവിക്ക് മാറ്റി, പക്ഷേ ഇതിനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്, നിങ്ങളത് വിചാരിക്കേണ്ട. ഒന്നും എടുത്തിട്ടില്ല. ഈ ഗോൾഡിൻ്റെ ഈ ഗോൾഡ് ഞാൻ അടിയിൽ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്ത് കുറേ. അങ്ങനെ ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇവിടെ ഇല്ല അങ്ങനെ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ മരമുണ്ട്, അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ചെറുതായിട്ട്. ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് ഞാൻ 3-4 വട്ടം ചത്തു ഞാൻ. അപ്പോൾ 2 വട്ടം ഇങ്ങനെ ചത്തു. ഒരു മിനിറ്റ്. അങ്ങനെ അങ്ങനെ ഇതാക്കുമ്പോൾ ഞാൻ അവിടെ അത് കണ്ടു. എന്ത് വില്ലേജേഴ്സിനെ കണ്ടു. അതുപോലെയായി ഗൈസ്. സോറി അറിയാതെ സോങ്ങൊക്കെ കയറിയൊന്നും. ഒരു മിനിറ്റ്, എന്താണ് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഞാൻ എന്തിനോ വേണ്ടി പോയി വരുമ്പോൾ ഒരു വില്ലേജറിനെ കണ്ടു. അപ്പോൾ അവിടെ ഞാനൊരു ചെറിയ ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് 2 വില്ലേജറിനെ കണ്ടു. ഒന്നൊരു ഫാർമറും വേറെ ഏതൊരു വില്ലേജർ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരെ വേഗം അങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് നിന്നു. ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഫ്രീ കിട്ടുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് വില്ലേജറിനെ കയറ്റിയപ്പോൾ ഞാൻ രാത്രിയായി, സന്ധ്യ ആയപ്പോൾ തന്നെ ഞാൻ കടക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഗെയിം ഓഫാക്കി. പിന്നെ ഗെയിം ഓണാക്കിയപ്പോൾ ബോട്ടിൽ വില്ലേജറിനെ കാണാനില്ല, ആ വില്ലേജറിനെയും കാണാനില്ല, വേറെ വില്ലേജറിനെയും കാണാനില്ല. എൻ്റെ സാധനങ്ങളും ബോട്ട് മാത്രം അവിടെ ഉണ്ട്. ചത്തതായിരിക്കാം, അതിടയ്ക്ക് ഞാൻ വേറെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സാധനങ്ങൾ പോയി അവിടെ ചെറിയൊരു ഗുഹ ഉണ്ട്, അതിനകത്ത് വീണ് ഞാൻ. എന്നിട്ട് കുറേ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെ കയറി പോന്ന്. കുറേ റിസ്ക് എടുത്ത് അവിടെ നിന്ന് കയറാൻ നല്ല പണിയായിരുന്നു. അങ്ങനെ അവിടെ ഒരു കേവ് ഉണ്ട്, ഞാൻ അടച്ചിടണമെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവിടെ ഒരു കേവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാനൊരു വില്ലേജറിനെ കണ്ടു. പച്ച വില്ലേജർ ഉണ്ടല്ലോ, ട്രേഡ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വില്ലേജർ, ആ വില്ലേജറിനെ കണ്ടു. അപ്പോൾ ഞാൻ അതിനെ വേഗം ഒരു കൂട്ട് കൊണ്ടുപോയി അടച്ചിട്ടു. പിന്നെ ഞാൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോൾ ഒരു വില്ലേജറിനെയും കണ്ടു, ഒരു ഫാർമർ. അപ്പോൾ ഞാൻ അവനെയും വേഗം പിടിച്ചിട്ട് ഈ ഭാഗത്ത് കൊണ്ടിട്ട് എന്നിട്ട് ഞാനൊരു ഇത്തിരി ഫുഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ വില്ലേജേഴ്സ് ബ്രീഡായി. ബ്രീഡായി. അങ്ങനെ ബ്രീഡായി 3-4 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ അതിൽ ബ്ലാസ്റ്റ് ഫർണസും പിന്നെ ഞാൻ അവരുടെ സാധനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റ് ഫർണസും മറ്റേ അതിൻ്റെ പേര് കൃഷി എടുക്കുന്ന ഇതുണ്ടല്ലോ, കമ്പോസ്റ്ററും അവിടെ വെച്ചുകൊടുത്തു. അതിൽ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ കയ്യിൽ 15 കൊടുത്ത എമറാൾഡ്. അതിൽ ഞാൻ കാണിച്ചത് ആ കാണുന്ന മലയുടെ മേലെ വരെ കയറിപ്പോയി. 1-2 സ്റ്റാക്കിൻ്റെ അടുത്ത് ഇത് കിട്ടി. കോള് കിട്ടി. കോള് 15 കൊടുത്താലാണ് അവന് എമറാൾഡ് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു 64 സ്റ്റാക്കും 50 അങ്ങനെ എന്തോ കിട്ടി. അതിൽ ഞാൻ അങ്ങനെ ഇനി കയറിപ്പോകാൻ ബ്ലോക്കില്ല, അങ്ങനെ പതുക്കെ പൊട്ടിച്ചിട്ട് ഒക്കെയാണ് കയറിപ്പോയിരുന്നത്. ഇഷ്ടംപോലെ അയണൊക്കെ കിട്ടി അവിടുന്ന്. അങ്ങനെ ഞാൻ കയറി പോകുമ്പോഴാണ് ഒരു ബാനറുള്ള വില്ലേജറിനെ കണ്ടു. അപ്പോൾ അത് ഒത്തിരി താഴെ നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരി താഴെ
അതിൻ്റെ ഒരു ഇത്തിരി മേലെന്ന് ഇങ്ങനെ അയങ്കോളത്തിനെ കൊല്ലുന്ന പോലെ ഇങ്ങനെ തല്ലി കൊല്ലാൻ വിചാരിച്ചു ഞാൻ. അവിടെ ഇറങ്ങിപ്പോയപ്പോൾ വില്ലേജറിനെ കാണാനില്ല. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ഇത്ര മതി വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ചാടിയതാ. ഇത്തിരി നീങ്ങി ഞാനൊരു മരത്തിൻ്റെ മേലേക്ക് വീണു. അങ്ങനെ മരത്തിൻ്റെ മേലേക്ക് വീണപ്പോൾ ഞാൻ 2-3 വട്ടം കയറിപ്പോയി. എൻ്റെ സാധനങ്ങളൊന്നും കാണാനില്ല. അങ്ങനെ ലാസ്റ്റ് എനിക്ക് അത്രയും 1 മണിക്കൂറിൻ്റെ അടുത്തിട്ട് ഇരുന്നിട്ട് ഉണ്ടാക്കിയിട്ടാണ് അതൊക്കെ കാണാതെ പോയത്. ആ വിഷമത്തിൽ ഞാൻ ആ ക്രിയേറ്റീവിലൊന്ന് ആക്കി നോക്കി. ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി അവിടെ. അപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. അല്ലാതെ ഞാനൊരു സാധനമൊന്നും എടുത്തിട്ടില്ല. പിന്നത്തെ വീഡിയോയിൽ പറ്റുമെങ്കിൽ നമുക്ക് പേരിട്ടുന്നില്ല പറ്റുമെങ്കിൽ ഒരു വീടുണ്ടാക്കാം. അത് നടക്കത്തുള്ളൂ. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എനിക്ക് ഗ്രൈൻഡിങ്ങിന് പോയപ്പോൾ ഇഷ്ടംപോലെ അയൺ കിട്ടി, ഡയമണ്ട് കിട്ടി. ഞാൻ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഇതങ്ങനെ ട്രാപ്പ് ഡോർ വെച്ച് ഇങ്ങനെ താഴ്ന്നു പോയി. അങ്ങനെ പോയി എനിക്ക് 6 ഡയമണ്ട് കിട്ടി. അതിൽ ഞാൻ 3 വെച്ച് ആദ്യം തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ് ഈ പിക്കാക്സ്. ബാക്കി 3 ഡയമണ്ട്. പിന്നെ ഇത് 10 ഉണ്ടായിരുന്നു. 3 കൊണ്ട് ഞാൻ പിക്കാക്സ് ഉണ്ടാക്കി. പിന്നെ ഒരു സ്വാളും ഉണ്ടാക്കി. ഒന്ന് കയ്യിൽ നിന്ന് പോയി തോന്നുന്നു, ഒന്നത്തെ. അപ്പോൾ എനിക്ക് അങ്ങനെ മടുത്ത് ഞാൻ അങ്ങനെ എടുത്തയച്ചതാണ്. പിന്നെ ഞാനൊരു മെഷീൻ ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറേ ഇത് കിട്ടി സ്റ്റോണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒറ്റൊരു ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചു. പക്ഷേ അതിന് വേറെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തി വെച്ചതാണ്. പിന്നെ അപ്പോഴാണ് ഈ വേൾഡ് കയറുന്നത്. പിന്നെ എന്തൊക്കെ ചെസ്റ്റിലുണ്ട്, അത്രയും സാധനങ്ങളുണ്ട്, കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ 1 ബ്ലോക്ക് സീരീസിൽ കുറേ കാര്യങ്ങളുണ്ടായി. 1 ബ്ലോക്ക് സീരീസിൽ ഞാൻ ഓഫ്ലൈൻ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഒരു ചെസ്റ്റ് വന്നു. ചെസ്റ്റ് തുറന്നപ്പോൾ എനിക്ക് ഡയമണ്ടിൻ്റെ ആർമറൊക്കെ കിട്ടി, ഡയമണ്ടും കിട്ടി. അപ്പോൾ അതിൻ്റെ ലെവലൊക്കെ മാറി. കേവിൻ്റെ ലെവലെത്തി. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ചെയ്യാം. പേര് കിട്ടുന്നില്ലല്ലോ. നമുക്കൊരു വീടുണ്ടാക്കാം. അതിന് മുമ്പേ ഒരു ഷീൽഡ് ഉണ്ടാക്കട്ടെ. അയൺ ഇപ്പോൾ വലിയ ക്ഷാമമല്ല, എന്നാലും ക്ഷാമകാശ്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഈ ഗോൾഡൻ സോഡൊക്കെ വന്നത്. ഈ ഗോൾഡിനെക്കാട്ടും നല്ലത് അയൺ കേട്ടോ. ആരും ഈ ഗോൾഡ് എടുത്തു വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും. പക്ഷേ ആരും അറിയാതെ പോയിട്ട് ഈ ഗോൾഡിൻ്റെ പിക്കാക്സും ഇതൊന്നും ഉണ്ടാക്കരുത്. എൻ്റെ അനുഭവത്തിൽ പറയാം. ഇതും കൊണ്ട് പോയിട്ട് ഒറ്റയടിക്കത് പൊട്ടി. ആകെ 2 പേരത്തെ കൊന്നത്. അതിലാണ് ഇത്രയും കുറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതെടുക്കാൻ പോകണ്ടട്ടോ. അത് പണി കിട്ടുക എന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഷീൽഡ് ഇട്ട് ഫുഡൊക്കെ പിടിച്ച് ട്രാപ്പ് ഡോറ് ഓക്കെ ഇങ്ങോട്ടും വെച്ച് എന്നിട്ട് അങ്ങനെ ഇതിങ്ങനെ വെച്ച് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ലെവലാക്കട്ടെ. ഇനി നമുക്ക് വീടുണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാം. വില്ലേജേഴ്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം തന്നെ നടക്കണം കേട്ടോ വയസ്സ്, എല്ലാം നടക്കത്തില്ല. ഞാൻ മേലെന്ന് കാണിച്ചു തരാം. ഞാൻ അതിനായിട്ട് മേലൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, സെറ്റപ്പ്. പിക്കാക്സ് കാണാമല്ലോ വയസ്സ്. പിക്കാക്സ് എടുക്കട്ടെ. നമുക്ക് ഒരു ചെറിയ തട്ടിക്കൂട്ട് വീട് മതി. കാരണം എനിക്ക് ബിൽഡിനോടും അങ്ങനെ അത്ര താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാൻ അറിയത്തില്ല. XP ഫാമൊക്കെ ചിലരുണ്ടാക്കും, അയൺ ഫാം ഉണ്ടാക്കും. അയൺ ഫാമൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ കുറേ വീഡിയോസ് കണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ വേറൊരു വേൾഡിൽ ചെയ്ത് നോക്കിയിട്ട് ശരിയാവുകയാണെന്ന് വെച്ചാൽ ഇതിൽ പറ്റുമെങ്കിൽ ഉണ്ടാക്കും. അല്ലാതെ ഞാൻ ഇതിൽ എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല. പിന്നെ വീഡിയോ നല്ല ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ഞാൻ പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് നിർത്തിയത്, ഗ്രൈൻഡിങ്ങിൽ തന്നെ. അത് തുറന്നപ്പോൾ മറന്നു. പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. പിന്നെ എന്താ, ഓക്കെ. ഇനി നമുക്കിപ്പോൾ അടുത്ത നൈറ്റ് വേഗം കിടന്നുറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം.
അല്ലാതെ നടക്കൂല. അത് ഇറ്റങ്ങൾ ശല്യമാണ് മോബ്സ്. വായിൽ തുറന്ന് നടക്കുക. ഓക്കെ ചേച്ചി, ഓക്കെ വൈസ് നമുക്ക് ഇനി മേലെ പോയേക്കാം. ഒരു മിനിറ്റ്. മോബ്സ് ഒന്നും ഉണ്ടാവില്ലേ? ഈ മരം എങ്ങനെ നട്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ പോയി കുറച്ച് മരം എടുത്തു. അപ്പോൾ അതിൻ്റെ സാപ്ലിങ്സിന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ കിട്ടിയ സാപ്ലിങ്സൊക്കെയാണിത്. ഞാൻ ഇവിടെ നട്ടുവെച്ചാൽ, കാരണം ഇവിടെ അടുത്തൊന്നും മരമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നട്ട്. അതാണ് ഉണ്ടായത്. കണ്ടോ, ഇതാണ് എൻ്റെ വില്ലേജസ്. കൈ ഫ്രീ ആക്കട്ടെ. എനിക്ക് ഫസ്റ്റ് ഇതിന് ഈ ഒരു ഫാർമറിനെ വെച്ച് ഞാൻ ബ്രീഡ് ചെയ്തിട്ടാണ് ഇത്രയും വില്ലേജസിന് കിട്ടിയത്. ഈ വില്ലേജറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ 15 ഗോൾഡ് എടുത്തത്. 64 സ്റ്റാക്കിൻ്റെ മേലെ കിട്ടി ഗൈസ്. പക്ഷെ അത് നടന്നില്ലൊന്നും. ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പം എൻ്റെ കയ്യിൽ ഫാർമറൊക്കെ ഉണ്ട്. ഇനി ബീട്രൂട്ട് കൊടുത്തവൻ ബ്രെഡ് തരും. അവൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കണം ഗൈസ്. എൻ്റെ പേരിട്ടുന്നില്ലല്ലോ. പിന്നെ ബെഡ് കുറച്ച് കൂട്ടണം. 1 2 3 5 പേരുണ്ട്. ആകെ 4 ബെഡേ ഉള്ളൂ. വില്ലേജറെ പെയ്ക്കോ, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വീടുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. നമുക്ക് അതിനായിട്ട് ഇവിടെയൊക്കെ നമ്മൾ ഐറ്റംസ് നട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് മൈനിങ് ഏരിയൻ്റെ ഈ ഭാഗത്തായിട്ട് ഉണ്ടാക്കാം. ഇവിടെ ആയിട്ട് ഉണ്ടാക്കും ഗൈസ്, ഈ ഒരു ഭാഗത്തായിട്ട്. അതിന് വേണ്ട റിസോഴ്സസ് എടുക്കട്ടെ ഗൈസ്. അതിന് വേണ്ട റിസോഴ്സസ് ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആവും. കാരണം ഇത് മൈനിങ് ചെയ്തിട്ട് ഐറ്റംസ് എടുക്കാൻ തന്നെ കുറേ നേരം പോകും. പിന്നെ മറ്റേ 1 ബ്ലോക്ക് സീരീസിൽ ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്തു. പിന്നെ ഇതിൽ ഞാൻ കുറേ വട്ടം ഷെയ്ഡർ ഇടാൻ നോക്കി, നടക്കണില്ല. ഇത്ര വുഡാ കിട്ടിയുള്ളൂ. കുഴപ്പമില്ല, അവിടെ ഉണ്ട്. നമുക്ക് ഇതും സ്റ്റോണും വെച്ചുണ്ടാക്കാം. സാപ്ലിങ്സ് കിട്ടി നമ്മൾ ഇവിടെ തന്നെ നടന്ന ടൈസ്, അല്ലാതെ നമുക്ക് പറ്റില്ല. ഇത് ഞാൻ സംഭവം വില്ലേജറിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ ഒരു ലെയർ കിടന്നോട്ടെ, എന്തായാലും ഇരിക്കണേന് കുഴപ്പമൊന്നുമില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഭാഗത്തു നിന്ന് അതിനെ കൊണ്ടുവന്ന്, അപ്പോൾ ഈ ഭാഗത്തിൽ ഈ ഷവലും കൊണ്ട് ചെയ്ത ഭാഗത്തിൽ ബോട്ട് കയറിയാൽ പിന്നെ ഇറക്കാൻ കുറച്ച് പണിയാണ്. അവിടെ ഒരു വട്ടം ഞാൻ ഇട്ടു, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അവരെ കയറ്റിയത്. സാപ്ലിങ്സ് കിട്ടി. നമുക്ക് എന്തായാലും ഇനി ജസ്റ്റ് ഒന്ന് കുറച്ച് ഐറ്റംസ് എടുക്കാം. പോളിഷ്ഡ് ചെയ്യാൻ പറ്റൂട്ടെ ഈ ബ്ലോക്ക്. അത് എന്തോ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ റെയിൽവേ പോണ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. പിന്നെ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ കമ്മിയാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. ഞാൻ അങ്ങനെ വെറുതെ വീഡിയോ അല്ല പറഞ്ഞ കണക്കിലാണ് പോകുന്നത് സീരീസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് അത് പോളിഷ് ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ബ്ലോക്ക് രസമുണ്ട് കേട്ടോ ഗൈസ്. ഇത് മൊത്തം ഇതിൽ ഇഷ്ടം പോലെ ഈ സംഭവമുണ്ട്. കാരണം ഞാൻ ബെഡ് റോക്ക് വരെ പൊട്ടിച്ചു. ബെഡ് റോക്ക് പൊട്ടിച്ചിട്ടില്ല, ബെഡ് റോക്ക് ലെവൽ വരെ ഞാൻ പൊട്ടിച്ചു ഞാൻ ബെഡ് റോക്കിൻ്റെ ലെവൽ പൊട്ടിച്ച്. അവിടെ നിന്നൊന്നല്ല എനിക്ക് ഡയമണ്ട് കിട്ടിയത്, കുറച്ച് മേലെ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ നടക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് പറ്റുമെങ്കിൽ ഒബ്സിഡിയൻ മൈൻ ചെയ്യണം. അതിനാണ് ഡയമണ്ട് ഇതാക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക്
നെതറിൽ പോകണം. നെതറിൽ പോകാതെ കളിയൊന്നും നടക്കൂല ഗൈസ്. എന്താ പണി എടുക്കാൻ വന്നത്? ഇത് വേണം, ഫുഡും വേണം. ഓക്കെ, പിന്നെ ഒന്നും വേണ്ട. ഇപ്രാവശ്യം നമുക്ക് ഇവിടെ പോകണ്ട, നെതറിൽ പോകണ്ട. നമുക്ക് പറ്റുമെങ്കിൽ ഒരു ക്ലൗഡ് ക്രഷർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ക്ലൗഡ് ക്രഷർ വേണമെങ്കിൽ ക്ലൗഡ് ക്രഷർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതുണ്ടാക്കാം. എന്താ അതിൻ്റെ പേര് പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പോഴേ ഇവിടെയും കൂടി നട്ടേക്കാം മരം. ഓക്കെ, ഇവിടെയൊക്കെ ഓരോന്നായിട്ട് നട്ടേക്കാം. ഇവിടെയൊക്കെ നട്ട് കിടക്കട്ടെ. മഴ ഒരു വരുന്നൊക്കെ അല്ലേ. അതുപോലെ നമുക്കിനി ഒരു എത്ര ബ്ലോക്ക് ഡിസ്റ്റൻസ് വേണം? 1 2 3 മതിയോ? 3 പോരാല്ലേ? 3 പോരാ ഗൈസ്. കോബിൾ സ്റ്റോൺ വേണ്ട. ടഫ് എന്തോ സംഭവം. അത് വെച്ച് നമുക്ക് കയറാം. അത് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ തിരിച്ച് വെക്കല് അതെനിക്കറിയില്ല. എങ്ങനെയെങ്കിലൊക്കെ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് ഇങ്ങനെ വെച്ചെടുക്കുക. ഇങ്ങനെ ഈ സംഭവം ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇങ്ങനെ മറിച്ചിടണ്ട. മറിച്ചിടാം. ഇത് അത്യാവശ്യം നേരം പിടിക്കും. അത്യാവശ്യം നേരം പിടിക്കും. കണ്ടിട്ട് നോക്കട്ടെ, ഈ കളറൊന്ന് വെച്ച് നോക്കട്ടെ കോമ്പിനേഷൻ ആവുന്നുണ്ടോന്ന്. എന്നിട്ട് ഇതൊരു വെച്ച് നോക്കുക. കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കാം. നമുക്ക് ഇനി ഇത് പോരെ, ഈ ഒരു ഡിസ്റ്റൻസ് മതി. ഇനി നമുക്ക് 4 സൈഡ് കവർ ചെയ്യാനുള്ള ഐസ്. ഇപ്പം തന്നെ മരമൊക്കെ തീർന്ന് കണ്ട എങ്ങനെ ഇരിക്കുന്നു. നമുക്കിനി ഓക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം ചെയ്താലെന്ന് ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് ഈ സംഭവം എടുത്താലോ? ഈ സംഭവം എടുക്കട്ടോ, നല്ലൊരു ഐഡിയ. നമുക്കിത് സ്റ്റോൺ വെച്ച് കൊടുക്കാം അവിടെ. അല്ലാതെ നമുക്കിത് അവൻ വേണ്ടെന്നൊക്കെ അതുപോലെയൊക്കെ അവൻ പറയുന്നത്. അത് നിങ്ങൾ കേട്ട അങ്ങനെ എന്തോ പറഞ്ഞത്. അതുപോലെ ചെയ്യാം. അവൻ പറയുന്ന പോലെ ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇതുപോലെ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. നമുക്കിവിടെ വെച്ചിട്ട് സ്റ്റോൺ കൊണ്ടാക്കാം. അത്യാവശ്യം നേരത്തെ പണിയുണ്ട്. പിന്നെ വീടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഗൈസ്. എനിക്ക് വലിയ ഡിസൈനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. പിന്നെ ഞാൻ കാണിച്ചു തന്നില്ല എന്നാരും പറയരുത്. ഈ ഒരു രീതി ഇങ്ങനെ മതിയായിരിക്കും. അത്രയൊക്കെ മതി. കണ്ടാ, ഈ ഒരു സ്ട്രിപ്പ് അങ്ങനെ എന്തോ ഉണ്ടല്ലോ, ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചെടുക്കുക. ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഓട്ടിക്കട്ടെ. കാരണം ഇതെന്താ പോവാത്തത്? എന്തെങ്കിലുമൊക്കെ തേങ്ങയാവട്ടെ. നമുക്ക് ഇതിങ്ങനെ ഇവിടെ നിന്നൊരു 1 2 3 4 5 ബ്ലോക്ക് കൂടെ, 6 ബ്ലോക്ക്. എന്താ അയ്യണോ? അല്ല, 1 2 3 ഞാൻ പൊന്തിച്ചത്. നൈറ്റ് നിൽക്കുന്നത് പൊരുതിയല്ല, നൈറ്റ് വെച്ച സീനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കാത്ത. നൈറ്റ് ആവല്ലേ. ചേച്ചി സൗഭാഗ്യം.
നൈറ്റാണ് എൻ്റെ മാമ കിടന്നുറങ്ങണം. ഞെക്കിക്കൊണ്ടിരിക്കുക. നൈറ്റ് ചേ നിങ്ങൾക്ക് സ്കിൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. കാരണം എനിക്ക് സ്കിൻ ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ സ്കിന്ന് മാറ്റിയെന്ന് വരും. ഇതെനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ സ്കിന്നാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എനിക്ക് വെറുതെ ഇങ്ങനെ സ്കിൻ ഇടണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്ത് സ്കിന്ന് അങ്ങോട്ട് എടുത്ത് അത് ഗൂഗിളിൽ നിന്ന് എടുത്താണ്. ഒരു ഇതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്കിന്നെടുത്തിട്ട് എന്നിട്ട് ഞാനത് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി. പിന്നെ കറക്റ്റ്. പിന്നെ അത് ഇതിക്ക് അങ്ങോട്ട് വെച്ച് പേസ്റ്റ് ചെയ്യല്ല, സ്കിന്ന് പോയിട്ട് സെറ്റാക്കി. രസമുണ്ടല്ലേ ഈ കോമ്പിനേഷൻ. ഞാൻ ഈ സുധി തന്നെ സുധിയുടെ ഇന്ന് നോക്കി വെച്ചാട്ടോ ഗൈസ്. KV സീരീസിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ ഒരു പാറ്റേൺ, ആ ഒരു പോളിഷ്ഡ് സംഭവത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ അല്ലേ ഗൈസ്? ഇങ്ങനെ തന്നെ. ഓക്കെ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. മരം തികയില്ല. ഈ വീറ്റ് നല്ല ഉണ്ടായിക്കോട്ടെ ഗൈസ്. കാരണം വീറ്റും നമുക്ക് പിന്നെ വേണം, പിന്നെ വില്ലേജേഴ്സിനിട്ട് കുറച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കണം. നമുക്കവിടെ ക്യാരറ്റ് നട്ടെടുത്താൽ മതി ശരിക്കും. പക്ഷേ ക്യാരറ്റ് ഇല്ല. ക്യാരറ്റ് എവിടുന്നേലും കിട്ടിയാൽ മതി. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും സെറ്റപ്പ് ആക്കിയിരുന്നു. ഇതൊന്നുപോലും ഗൈസ് കിട്ടാനില്ല. അത് കിട്ടത്തില്ല ചേ. എന്നാൽ പിന്നെ ഈ വീട് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാം ഗൈസ്. ഇവിടെയുള്ള വീട് നമുക്കവിടെ പൊളിച്ചെടുക്കാം. സാധാരണ ഈ വീട്ടിലായിരുന്നു ഞാൻ കയറിയിരുന്നു അധികം. ഇനിയിപ്പോൾ ഈ വീട് പൊളിക്കല്ലേ, JCB ഒന്ന് മാന്തിന്നൊക്കെ. അപ്പോൾ ആ വില്ലേജ് ഉണ്ടായിരുന്നു ഇങ്ങനെ തുപ്പിയോട് ചെയ്യുന്നത്. അത്യാവശ്യത്തിനുള്ളത് കിട്ടി, അത് മതി. ഇത്രയ്ക്കുള്ളതൊക്കെ മതി ഗൈസ്. നമ്മൾ തട്ടിക്കൂട്ട് വീട് ഉണ്ടാക്കിയതാണ്. പിന്നെ എങ്ങനെ സ്റ്റയേഴ്സ് വെച്ചിട്ടൊക്കെ കാട്ടണ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സ്റ്റയേഴ്സ് നമുക്ക് എടുത്തേക്കാം. ഡിസൈൻ എനിക്കാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യും. പിന്നെ ഓറഞ്ച് ഹാർട്ട് ഇട്ട ഗൈസ്. ഇട്ടിട്ടു ഇങ്ങനെ വിടാം ഗൈസ്. ഇത് ഇവിടെ ഉണ്ട്. ഇത് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് വിടാം. പിന്നെ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ വീടൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഭാവിയിൽ വേണമെന്നില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ അധികം വൈകാതെ തന്നെ അത് ചെയ്യുന്നതാണ്. 4 സൈഡും വയ്ക്കാം, അതായിരിക്കും സേഫ്റ്റി. പുറത്ത് വല്ല അണ്ണന്മാരും ഉണ്ടോ എന്ന് നമുക്കറിയാലോ. അത് തന്നെ സേഫ്റ്റി ഗൈസ്. ഈ സംഭവം ഞാൻ വെച്ചിട്ടില്ല, വെറുതെ അല്ല, എന്തോ ഒരു മിസ്റ്റേക്ക്. ഓക്കെ, ഇതിനുള്ളതാണല്ലോ. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. സോറി ആക്സ്.
ഇങ്ങനെ പോരെ, ഡിസൈൻ പോരെ. ഇതൊരു ഇരുട്ട് ഷെയ്ഡ് ആയിരിക്കില്ല ഗൈസ്. നമുക്ക് സ്ലാബ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ടോർച്ച് വയ്ക്കാം. ഇതാകുമ്പോൾ ഇത് പുറത്തേക്കില്ല. ഓക്കെ വീണതൊക്കെ വീണോട്ടെ. അവിടെ വീണത് മൊത്തം നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. എന്തായാലും ഈ മരം അങ്ങോട്ട് വെട്ടാം. എന്നിട്ട് ഇരുന്ന് വരുന്ന സാപ്ലിങ്സ് ഇട്ട് നടാം. ഓക്കെ, ഇനി അത് പോയിക്കോളും. ഒരു ഡൗട്ട് ഉണ്ട്, ഇത് എന്ത് കളർ വരിക? കളർ വ്യത്യാസമുണ്ട്. ഇതിവിടെ ഇത് ഇവിടെ ഇതിവിടെ ഇനി എന്തോ ഞാൻ മിസ് ചെയ്യുന്നു. ഓർമ്മ വരുന്നില്ലല്ലോ. സ്ലാബും വേണം, പിന്നെ അത് കുറച്ചും കൂടി നമുക്ക് ഉണ്ടാക്കണം. ഒരു എന്ത് വെച്ചിട്ട് സ്ലാബ് ഉണ്ടാക്കാൻ പറ്റുക? പോളിഷ്ഡ് സ്ലാബ് ഉണ്ടോ? ചെയ്ത് നോക്കാം. പോളിഷ്ഡ് സ്ലാബ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ഓക്കെ, ഇനി കുറച്ച് ടോർച്ച് ഉണ്ടാക്കി. ടോർച്ച് ഉണ്ട്. പിന്നെ വീട് അങ്ങോട്ട് പൊട്ടിക്കാം. ഒരു സാധനം ഉണ്ടാക്കാൻ മറന്നു ഗൈസ്. കറക്റ്റ് സാധനം ഉണ്ട് കയ്യിൽ. ഇനി ആക്സ് പിക്കാക്സിൻ്റെ കോമ്പിനേഷൻ. ഇനി നമുക്കിതൊക്കെ നിലത്ത് അങ്ങോട്ട് പതിപ്പിക്കാം. ഇവിടെ ഞാൻ കൂടുതൽ നേരം പണിയെടുക്കുന്നതുകൊണ്ട് ഇവിടെ ലൈറ്റും വെച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ ഗൈസ്. പക്ഷേ ഞാൻ ഗ്രൈൻഡിങ് ചെയ്യുമ്പോൾ അതൊന്നും കിട്ടത്തില്ല. പക്ഷെ എന്തോലൊക്കെ വീഡിയോയ്ക്ക് എത്താൻ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ. പേടിപ്പിച്ച് കളഞ്ഞു. പിന്നൊരു കാര്യം പറയാണ്ട്, ഈ മൈൻക്രാഫ്റ്റ് ഫോണിൽ സപ്പോർട്ട് ആവാത്തവർക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു ഗെയിമാട്ടോ ഗൈസ്. എന്താ അതിൻ്റെ പേര് കിട്ടുന്നില്ല. ലക്കി ക്രാഫ്റ്റ് അടിപൊളി ഗെയിമാണ്. നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ, അടിപൊളി ഗെയിമാണ്. സീനെന്നൊക്കെ പറഞ്ഞുണ്ട്. ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചം കിട്ടുമെന്നാവോ? ഇപ്പോൾ നൈറ്റ് ആവും പറയാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. പിന്നെ ഇത് ഇവിടെ പൊട്ടിക്കുക. വെളിച്ചം പിന്നെ ഇത് ഇട്ടുകൊടുക്കുക. പിന്നെ ഫുള്ള് അല്ലാത്ത ഫുള്ളല്ല, എന്താ, ഞാൻ ഇത് വെക്കണോ വിചാരിച്ചു. വുഡ് വെച്ചിട്ട് ഇങ്ങനെ സ്ലാപ്പോ അങ്ങനെ എന്ത് ചെയ്തിട്ട് ഇത് വെളിച്ചെന്താ ഇവിടെ? എന്തായാലും ഒരു പൊടി വെച്ച് വെളിച്ചം വെച്ചിട്ട് മണ്ടിക്കോ. സോഡും കൈ പിടിച്ചിട്ടുണ്ട്. കത്തിച്ചു കേട്ടോ.
ഓ, ഭാഗ്യം ഞാൻ വില്ലേജേഴ്സിനെ അടച്ചൊക്കെ മറക്കാത്തത് തന്നെ. എന്താണെന്നറിയില്ല, വീഡിയോ അങ്ങനെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് എനിക്കിങ്ങനെ അങ്ങനെ വായിക്ക് കിട്ടുന്നില്ല പറയാനുള്ളത്. പിന്നെ ഒച്ചയും കമ്മിയാണ്. കുറച്ച് അവിടെയും നട്ട് വയ്ക്കും. അത് വന്നപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ പിന്നെയാണ് എ സി ഇട്ടിട്ടുള്ളത്. അപ്പോൾ എ സി ഒന്ന് ഓഫാക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ വരാം. അങ്ങനെ ഗൈസ്, ഞാൻ തിരിച്ചെത്തി. ആരും പേടിക്കണ്ട, ഞാൻ തിരിച്ചെത്തി എന്നൊക്കെ. ഓ, ഈ സാപ്ലിങ്സ് ഇരിക്കുന്നുണ്ടോ? ഇവിടെ ഇത് നട്ടാൽ മതി. ഇതൊക്കെ ആ ഭാഗത്തായിട്ട് നടാം. അവിടെ മരം വളർന്ന് വെള്ളത്തിന് സൈഡായതുകൊണ്ട് പെട്ടെന്ന് വളർന്നോളൂ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ പോയി നട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇതിൻ്റെ മുള വളർന്നു, ഫുഡുണ്ടായി, കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എന്തോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എന്തായിരുന്നു ഓർമ്മയില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ട്രെയിലർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ട ആരെങ്കിലുമൊക്കെ, ഞാൻ 1 ബ്ലോക്ക് സീരീസിൽ ഞാൻ ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ. ഓക്കെ, ഞാൻ ഫാനൊന്നും ഇട്ടത് കേട്ടോ. പിന്നെ ഈ ചാനൽ തുടങ്ങി തന്നതും ട്രെയിലർ ഉണ്ടാക്കിയതൊന്നും ഞാനല്ല. പക്ഷെ എഡിറ്റ് ചെയ്തത് അധികം ഞാൻ തന്നെയാണ്. പക്ഷേ അതൊന്നും ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയാണ്. ആ ചേച്ചിയാണ് ഇതൊക്കെ ചെയ്ത് തന്നത്. ആ ചേച്ചിക്ക് എൻ്റെ താങ്ക് യു. എൻ്റെ അയൽവാസിയാണ്. ലാഗില്ല. അപ്പോൾ ഞാൻ ഫാൻ ഇട്ടു. അതിൻ്റെ ചെറിയ കരണ്ടലുണ്ടാവും. അത് ഇഷ്യൂ ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട്. ഇഷ്യൂ ആക്കണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇഷ്യൂ എന്നായിപ്പോയി, സോറി. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. ഫാന് വേണ്ടട്ടോ. ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് കേൾക്കില്ല. ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്. പിന്നെ നമുക്ക് ഈ വീട് പറഞ്ഞാൽ പൊട്ടിച്ചു മാറ്റണം. ഇനി എൻ്റെ വീട് മതി ഈ ഏരിയ ഭാഗത്ത്. പൂച്ചക്കുട്ടൻ മോക്സ് സ്പോണാവും ഗൈസ്. മഴയിട്ട് അതാ സീന്. ഈ മഴ പോക്കാൻ വല്ല ആയിട്ടുണ്ടോന്നാവും. ഈ ചാറ്റിൽ പറ്റും, പക്ഷെ ചാറ്റ് പറഞ്ഞാൽ ആള് ശരിയല്ല. അതുകൊണ്ട് ഞാനത് ചെയ്യാത്തത്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ചാറ്റിൽ ചെയ്ത ചീറ്റിംഗ് ആണോ ചോദിച്ചാൽ ചീറ്റിംഗ് ആണെന്നും പറയാം.
പക്ഷെ ഇന്നലെ ഞാൻ ക്രിയേറ്റീവിലാക്കേണ്ടി വന്നു. എല്ലാവരും മാപ്പ് ചോദിക്കുന്നു വയസ്സ്. അല്ലാതെ അവരുടെ രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും സാധനം കിട്ടിയില്ല കേട്ടാ. ഓഫ്, മഴയുടെ ശബ്ദം വൈബാണ്, പക്ഷേ നല്ല പണി കിട്ടും മഴ പെയ്താൽ. നമുക്കിതൊക്കെ എടുത്തിട്ട് തിരിച്ചു നടാം. ഒമ്പതെണ്ണം. അയ്യോ, തിന്നരുത്. 17 എണ്ണം. ഇനി ഇത് എനിക്കിപ്പോൾ തൽക്കാലത്തിനത് തിന്നാൻ വേണ്ട. ഇവിടെ മൊത്തം പൊട്ടാറ്റോ നട്ടേക്കാം. പൊട്ടാറ്റോ കൊടുത്താൽ മതിയാണ് നല്ലത്. ഒരു പൊട്ടാറ്റോ കഴിച്ചോക്കട്ടെ. ഓ, കുഴപ്പമില്ല. മൂന്ന് വീറ്റ് കിട്ടി ഗൈസ്. വീട് രസമുണ്ടല്ലേ. ലാൻഡേണൊക്കെ പിടിപ്പിച്ച സീനാവും. ഓ ഓ, ചെറിയ ലാഗ് ഉണ്ട്. എന്ത് സാധന കുറേ നേരമല്ലോ ടിക്ന്ന് വെച്ചേക്കണ്. എവിടെ നിന്നാണത്? ഓ, പശുവിന് നമുക്ക് കൊടുത്തേക്കാം, പാവല്ലേ. വീടായിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ എന്തിനാ കൊടുക്കാൻ പറ്റുക? ഒന്നും കൊടുക്കണ്ട, അത് മതി. കുറച്ച് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ എനിക്കൊന്നും ഉണ്ടാവില്ല തിന്നാൻ കിട്ടാതെ പട്ടിണി കിട്ടി ചത്തു എന്നൊക്കെ. പിന്നെ അതെവിടുന്ന വേറൊരു ശബ്ദം. അത് ഇതിൻ്റെ തന്നെയാണ്, അതില്ല. ഇനി പറ്റുമെങ്കിൽ ലൈറ്റൊക്കെ ഒന്ന് പിടിപ്പിക്കണം. ലൈറ്റ് പിടിപ്പിക്കാൻ അയണിൻ്റെ ലാൻഡേൺ ഉണ്ടാക്കാൻ എന്തൊക്കെ നോക്കട്ടെ. ലാൻഡേൺ ഉണ്ടാക്കാൻ ഇൻഗട്ടും ടോർച്ചും വേണം. ഇൻഗട്ട് ഉണ്ടാക്കാനോ? ലാൻഡേൺ ഒരു ടോർച്ചും കൂടിയും കിട്ടിയാൽ നമുക്ക് സെറ്റാക്കാം. അതിനുള്ള സാധനമൊക്കെ എൻ്റെ ഉണ്ട്. അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നുമില്ല. ഒരു ടോർച്ചല്ലേ ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ സെറ്റാക്കാം. നമ്മൾ എടുക്കണ്ട വിചാരിച്ചിട്ട്. ഓക്കെ, കുറച്ചുണ്ടാക്കി വെച്ചേക്കാം. മഴ പുറത്ത് നല്ല മഴയാണ്. സോറി, വീട്ടിലല്ല കേട്ടോ. ഗെയിമിൻ്റെ വേൾഡിൽ നല്ല മഴ. കുറേ സാധനങ്ങൾ സ്പോണായിട്ടുണ്ടാവേണ്ടതാണ്. നൈറ്റായാലും മനസ്സിലാകത്തില്ല. ഇഷ്ടമല്ല മഴ. പക്ഷേ ക്രീപ്പറാണോ? അല്ല. ഇവിടെ ഇങ്ങനെ തൂക്കിടാം. ഇവിടെ ഞാൻ എന്ത് വെച്ചു കൊടുക്കും? ഇങ്ങനെ വയ്ക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, ഇങ്ങനെ തുണി വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല തോന്നുന്നു. ഇവിടെ വയ്ക്കാൻ പറ്റൂല. അല്ല, ബ്ലോക്ക് വെച്ചിട്ട് വയ്ക്കാൻ പറ്റും. അതിനിപ്പോൾ ഞാൻ എന്ത് വയ്ക്കും? ബ്ലോക്ക് നൈറ്റായി കണ്ടിട്ട്. മഴ മാറിയിട്ടില്ലെങ്കിൽ പെടും. മഴ മാറിയിട്ടില്ലെങ്കിൽ നല്ല പാലും വെള്ളത്തിൽ പണി കിട്ടും. ഓ,
ചാർജ് ഇല്ല ഗൈസ്, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഈ സ്പൂൺ സെറ്റാക്കി. വെറൈറ്റി ആയിട്ട് ഇപ്പം എന്താ വയ്ക്കുക? വേണ്ട, തന്നെ വയ്ക്കാം. ഇത് കുറച്ച് ബ്ലാങ്ക് ആക്കാം. സ്റ്റെയർസ് ഡോർ ഓൾറെഡി നമ്മുടെ ഉണ്ടാവും ഗൈസ്. നമ്മുടെ പണ്ട് ഇതുണ്ടാവും. ശല്യം മഴ മാറിയെന്നൊക്കെ. എന്തായാലും ഒരു പാത്തുമായി. ഇത് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തൂട്ടോ ഗൈസ്, അല്ലാതെ നടക്കില്ല. ഇങ്ങനെയും വെച്ചെടുക്കുക, ഇങ്ങനെയും വെച്ചെടുക്കുക, ഇങ്ങനെയും വെച്ചെടുക്കുക. എങ്ങനെയുണ്ട്? ക്യൂട്ടായില്ലേ? ക്യൂട്ടായി. ഇനി ഡോറ് വെച്ചെടുക്കട്ടെ. ഈ ഇതിന് പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇച്ചിരി ഡാർക്ക് വിടാന്നൊക്കെ. ഇതിന് വേണ്ടി എൻ്റെ അയണ് ഞാൻ കളഞ്ഞു, എന്നാലും കുഴപ്പമില്ല. അതിനൊക്കെ ഉള്ള മുതലുണ്ട് ഗൈസ്, അതുകൊണ്ട് വലിയ സീനില്ല. കൗ ക്രഷ് തിഞ്ഞ് അടുത്ത വീഡിയോയ്ക്കകത്ത് ഉണ്ടാകത്തുള്ളൂ, കാരണം എൻ്റെ ഫോണിലെ ബാറ്ററി കമ്മിയാണ്. അപ്പോൾ നടക്കില്ല, അടുത്ത വീഡിയോയിൽ നടക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ബൈ ബൈ പറയാൻ പോകട്ടെ ഗൈസ്. ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബൈ ബൈ ഗൈസ്, ടാറ്റ. അടുത്ത വീഡിയോ കാണാം.